സാധാരണ നമ്മുടെ വീട്ടിലൊരു വിവാഹം എങ്ങനെ നടക്കുന്നു ആ രീതിയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നമ്മൾ അത് സ്വർണ്ണമാകാം അല്ലെ മറ്റു കാര്യങ്ങളാകാം ആ വിധത്തിൽ അത് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ എല്ലാ വെൽവിഷേഴ്സിൻ്റെയും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അനേകരുടെ പിന്തുണയോടും സഹായത്തോടും കൂടിയാണ്. ആ പൗരോഹിത്യത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു നിമിഷമായിട്ട് ഞാൻ കാണും ഈശോ എങ്ങനെയാണ് സഹോദരനെ സ്നേഹിക്കേണ്ടത് എന്ന് നല്ല സമ്പ്രദായ ഉപമയിലൂടെയും വിവിധ ഈശോയുടെ ഇടപെടലിലൂടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഈശോയുടെ ആ വലിയ ദർശനത്തിനുള്ള ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം എന്ന നിലയിലാണ് ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു നിമിഷമായിട്ട് എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിക്കുവാനായിട്ടൊരു അവസരം കിട്ടിയത്. ഞാൻ സ്നേഹത്തിൻ്റെ സന്ദേശമെന്ന് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. മതം എന്നതിനേക്കാൾ ഉപരി അവളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യത്തിൽ അത് ഒരു പുരോഹിതൻ എന്ന നിലയിൽ അവൾക്ക് ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹീതമായ കാര്യമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ഏതൊരു ശുശ്രൂഷയിലും മതം നോക്കിയിട്ടില്ല, അത് നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമസ്കാരം. ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹ ചടങ്ങിൽ വധുവിൻ്റെ കൈപിടിച്ച് വരനെ ഏൽപ്പിക്കുന്ന വൈദികൻ. മതസഹോദര്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഈ അത്യപൂർവ കാഴ്ച നടന്നത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം സെൻറ്റ് പോൾസ് പള്ളി പാരിഷ് ഹാളിലാണ്. മുണ്ടക്കയം വണ്ടൻപതാൽ ബദലേഹം ആശ്രമത്തിലെ ശ്രീകുട്ടിയുടെ വിവാഹമാണ് നടന്നത്. ആശ്രമം ഡയറക്ടറായ ഫാദർ മാത്യു റോയി വടക്കേൽ അദ്ദേഹമാണ് വധുവിൻ്റെ കൈപിടിച്ച് വരനെ ഏൽപ്പിക്കുന്നത്. സ്വന്തം പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അച്ഛൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പൊൻകുന്നത്തിന് സമീപം 19-ാം മൈലിൽ പ്രവർത്തിക്കുന്ന ഏഞ്ചൽസ് വില്ലേജ് മാലാഖമാരുടെ ഗ്രാമം എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ് ഫാദർ റോയി മാത്യു വടക്കേൽ. അദ്ദേഹം സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് കമ്മിറ്റി അംഗം കൂടിയാണ്. അദ്ദേഹം ഈ കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കും. നമ്മൾ അവിടെ ബദലേഹം ആശ്രമത്തിലുള്ള കുഞ്ഞുങ്ങളുടെ വിവാഹ പ്രായമാകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ വെൽവിഷേഴ്സുമായി നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുകയും അതിന് അനുസൃതം ഇവരെ നമ്മൾ വിവാഹത്തിന് ആൾക്കാരെ കണ്ടെത്തുകയുമാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഈ മോളുടെ കാര്യത്തിലും വിവിധ ഇടപെടലുകളിലൂടെ ഇവൾക്ക് ഒരു ആലോചന വരികയും അത് എന്നോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ച് അവരുടെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി നമ്മൾ നടത്തുകയാണ് ചെയ്യുക. നമ്മൾ സാധാരണ എല്ലാവർക്കും ചെയ്യുന്നത് പോലെ സാധാരണ നമ്മുടെ വീട്ടിലൊരു വിവാഹം എങ്ങനെ നടക്കുന്നു ആ രീതിയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നമ്മൾ അത് സ്വർണ്ണമാകാം അല്ലെ മറ്റു കാര്യങ്ങളാകാം ആ വിധത്തിൽ അത് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ എല്ലാ വെൽവിഷേഴ്സിൻ്റെയും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അനേകരുടെ പിന്തുണയോടും സഹായത്തോടും കൂടിയാണ്. അപ്പോൾ ആ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇത് നടത്തുക. അതെല്ലാ കുഞ്ഞുങ്ങളുടെയും വിവാഹം അങ്ങനെയാണ് നമ്മൾ നടത്തുക. ഏറ്റവും അതിൽ വലിയ പ്രാധാന്യമായിട്ട് തോന്നുന്നത് അച്ഛൻ തന്നെ ആ ഒരു മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നാണ് ആ പെൺകുട്ടിയുടെ കൈ പിടിച്ച് വരനെ ഏൽപ്പിക്കുകയാണ്. അത് വലിയൊരു നിമിഷമാണ്. ആ സമയത്ത് എന്താണ് അച്ഛന് തോന്നിയത്? എനിക്ക് വലിയൊരു ആത്മസംതൃപ്തിയാണ് തോന്നിയത്. കാരണം എൻ്റെ പൗരോഹിത്യ ജീവിതം ഞാൻ ഈശോ മിശിഹായുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ എന്നെ ഏൽപ്പിച്ച ഒരു വലിയ വിളിയും ദൗത്യവുമാണ് പൗരോഹിത്യം. ആ പൗരോഹിത്യത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു നിമിഷമായിട്ട് ഞാൻ കാണും ഈശോ എങ്ങനെയാണ് സഹോദരനെ സ്നേഹിക്കേണ്ടത് എന്ന് നല്ല സമ്പ്രദായ ഉപമയിലൂടെയും വിവിധ ഈശോയുടെ ഇടപെടലിലൂടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഈശോയുടെ ആ വലിയ ദർശനത്തിനുള്ള ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം എന്ന നിലയിലാണ് ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു നിമിഷമായിട്ട് എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിക്കുവാനായിട്ടൊരു അവസരം കിട്ടിയത്. അതിൽ ഏറെ സന്തോഷമാണ്. ഹൈന്ദവാചാര പ്രകാരമാണ് വിവാഹ ചടങ്ങുകളൊക്കെ നടന്നത്. ആ സമയത്താണ് എന്തൊരു വലിയ സന്ദേശമാണ് അങ്ങനെ അച്ഛൻ അവിടെ നൽകിയത്? ഞാൻ സ്നേഹത്തിൻ്റെ സന്ദേശമെന്ന് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. മതം എന്നതിനേക്കാൾ ഉപരി അവളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യത്തിൽ അത് ഒരു പുരോഹിതൻ എന്ന നിലയിൽ അവൾക്ക് ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹീതമായ കാര്യമാണ്. അപ്പോൾ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മറ്റാരും ഞാനൊരു പകരക്കാരനായി നിന്നുകൊണ്ട് അത് ചെയ്യുമ്പോൾ ഏറെ സന്തോഷവും ഏറെ അഭിമാനവും അത് ഈശോയുടെ സ്നേഹത്തിൻ്റെ വലിയ ഒരു പ്രകടനവുമായിട്ട് തന്നെയാണ് ഞാൻ അഭിമാനത്തോടെ കാണുന്നത്.
തികച്ചും അച്ഛനത് വളരെ അധികം പുറത്തൊന്നും വിടാതെ ഒരുക്കിയ കാര്യമായിരുന്നു. പക്ഷേ കഴിഞ്ഞ അടുത്തിടയ്ക്കിലാണ് ഇത് വീഡിയോ എത്തുകയും സോഷ്യൽ മീഡിയയിലൊക്കെ വരികയും ചെയ്തത്. അത് അല്ല, ഞാനൊരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളെ പുറത്ത് എക്സ്പോസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് അന്ന് ഒരു വീഡിയോയും നമ്മുടെ ഭാഗത്ത് നമ്മൾ എടുത്തില്ല. ചില സുഹൃത്തുക്കൾ ചില വീഡിയോകൾ എടുത്തിരുന്നു. ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലും ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ പറയാനൊട്ട് ഇഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴുമില്ല. അപ്പോൾ ഏതാനും ആരോ ഇത് സോഷ്യൽ മീഡിയയിൽ കൊടുത്തപ്പോഴാണ് ഇത് പബ്ലിക്കാകാനുള്ള കാരണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ആ വിധത്തിൽ ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇത് പ്രിയപ്പെട്ട നിങ്ങൾ ഇത് വന്ന് സംസാരിച്ചപ്പോൾ അതിനൊരു മറുപടി നൽകുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്ക് അവരുടേതായ സ്വകാര്യതയും അവരുടേതായ സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലോ മറ്റിടത്തോ ഇത് പറയുക എന്നുള്ളതിനേക്കാൾ അവർക്ക് എത്രയോ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് നമ്മളവിടെ അഭയം നൽകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല സമറായ കാഞ്ഞിരപ്പുള്ള മാനസരോഗികളുടെ ഹൗസിൽ ഇപ്പോൾ 1000-ഓളം പേരെ നമ്മൾ എടുക്കുകയും സംരക്ഷിക്കുകയും, അത് ജാതി മത ഭേദമന്യേ മുസ്ലിംസുണ്ട്, ഹൈന്ദവരുണ്ട്, ക്രിസ്ത്യൻസുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ ഏതൊരു ശുശ്രൂഷയിലും മതം നോക്കിയിട്ടില്ല, അത് നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ക്രിസ്തു മതവും ഈശോയും പഠിപ്പിക്കുന്നത് മതം നോക്കി സ്നേഹിക്കാനല്ല, മനുഷ്യനെ സ്നേഹിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിലുപരി അവർക്ക് ആരുമില്ല എന്ന് തോന്നലിൽ നിന്നും അവർക്കെല്ലാം ഒരു ഉണ്ട് എന്ന് അറിയിച്ചു കൊടുക്കുകയാണ് അച്ഛനെ പോലുള്ള ആളുകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അവരെ അങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളില്ല. നമ്മൾ ആരും ഒന്നിലും പൂർണ്ണരല്ല. നമുക്ക് പല പല കാര്യങ്ങളിൽ പണത്തിൻ്റെ കുറവ് കാണും, ആൾബലത്തിൽ കുറവ് കാണും, അറിവിൽ കുറവ് കാണും. അത് പരസ്പരം നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളൊരു ദൗത്യമാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പം പണമുണ്ട്, പണമില്ല, ആളുണ്ട്, ആളില്ല എന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം അത് നമുക്കൊരിക്കലും അങ്ങനെ പറയാനായിട്ട് സാധിക്കുകയില്ല. എനിക്കൊരവസരം ദൈവം തരുമ്പോൾ ഞാൻ അവസരത്തെ മിസ്യൂസ് ചെയ്ത് അവസരമില്ലാത്തവന് ഒരവസരമാക്കി കൊടുക്കുക, അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഈ ചെയ്യുന്ന കാര്യവും എന്തെങ്കിലും വലിയൊരു കാര്യമായിട്ട് ഞാൻ ഒരിക്കലും കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു പുരോഗതി എന്ന നിലയിൽ എൻ്റെ ഒരു മിനിമം കടമ നിർവഹണം എന്ന നിലയിൽ മാത്രമേ ഞാൻ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഏഞ്ചൽസ് വില്ലേജ് അല്ലെങ്കിൽ മാലാഖമാരുടെ ഗ്രാമം എന്നുള്ള ഈ ഇടം ബുദ്ധിപരമായ പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്കും അവിടെ മാതാപിതാക്കന്മാർക്കും വേണ്ടിയുള്ള പഠന പരിശീലന പുനരധിവാസ കേന്ദ്രമാണ്. ഇവിടെ ഈ ഒരു ഏഞ്ചൽസ് വില്ലേജ് ആരംഭിക്കുവാനുള്ള കാരണം 79-ൽ പൊൻകുന്നത്ത് കാഞ്ഞിരപ്പള്ളി രൂപത ആരംഭിച്ച ആശാനിലയം എന്ന സ്പെഷ്യൽ സ്കൂളിൻ്റെ തുടർച്ചയായിട്ടാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് പൊൻകുന്നമടുത്ത് ചെങ്കലിൽ ഈ ഒരു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആശാനിലയം സ്കൂൾ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് അതിനോട് ചേർന്ന് വ്യത്യസ്തമായ 13 പ്രോജക്റ്റുകളാണുള്ളത്. അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ മരണം വരെ അവരെ കൂടെ നിന്ന് സഹായിക്കുവാനും പരിചരിക്കുവാനും അവർക്ക് ആവശ്യമായ ഇടപെടലുകൾ യഥാവിധി നടത്തുവാനും ആഗ്രഹിച്ച് ആരംഭിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ തെറാപ്പി സെൻ്ററുണ്ട്, സ്പെഷ്യൽ സ്കൂളുണ്ട്, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളുണ്ട്, ബോർഡിങ്ങുകളുണ്ട്. കൂടാതെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒന്നിച്ച് താമസിക്കുന്ന 18 വീടുകളുണ്ട്. വീണ്ടും 5ഓളം വ്യത്യസ്ത ഏഞ്ചൽ ഷോപ്പുകളുണ്ട്. ഈ കടകൾ ഒരു ബിസിനസ് ആയിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത് എങ്കിലും ബിസിനസ്സിനേക്കാൾ ഉപരി ബുദ്ധിപരമായ പരിമിതിയുള്ള 15 കുട്ടികൾക്ക് അല്ല യുവാക്കൾക്ക് ഇവിടെ ജോലി നൽകുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ പൊതുസമൂഹത്തെ മാതാപിതാക്കളെ ഒരു കാര്യം പഠിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ട പരിശീലനം വേണ്ട സമയത്ത് കൊടുത്താൽ മറ്റേതൊരു വ്യക്തിയെയും പോലെ അല്ലെങ്കിൽ അവരെക്കാൾ ഉപരി ഇവർക്ക് ജോലി ചെയ്യുവാനും ജോലി ചെയ്ത് അവർക്ക് വേതനം കണ്ടെത്തി സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുവാൻ അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നുള്ള വലിയ ഒരു അറിവ്, ഒരു ഉണർവ് പൊതുസമൂഹത്തിന് കൊടുക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം നമുക്കുണ്ട്. ഈ കുട്ടികളാണോ ഈ ഉത്പാദനങ്ങളൊക്കെ അത് നിർമ്മിക്കുന്നത്? ഇവിടെ ഉള്ള വിവിധ ഷോപ്പുകളിൽ വിവിധങ്ങളായ കാര്യങ്ങളാണ് നടക്കുക. പ്രത്യേകിച്ച് ബേക്കറിയിൽ കുറേ ഉൽപ്പന്നങ്ങൾ കുട്ടികൾ ഉണ്ടാക്കുന്നതുണ്ട്. കൂടാതെ ബേക്കറിയിലേക്കുള്ള പല പലഹാരങ്ങളും കുട്ടികളും കൂടി സ്റ്റാഫിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ചെയ്യുക. ഇവിടെ കടയിൽ സെയിൽസിനായിട്ടും തട്ടുകടയിൽ സമാനമായ രീതിയിലും കുഞ്ഞുങ്ങളെ വർക്ക് ചെയ്യുന്നു. ഇവർക്ക് വർക്ക് ചെയ്യുന്നതിന് എല്ലാവർക്കും നമ്മൾ ഹോണറേറിയമോ ചിലർക്ക് സാലറിയോ നൽകുന്നുണ്ട്. ഇനി ഈ വർഷം മുതൽ നമ്മൾ PF-ഉം ESC-യും കൂടെ ചേർത്ത് മറ്റേതൊരു പൗരനും കിട്ടേണ്ട ആനുകൂല്യങ്ങളോട് കൂടി ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുക. ഇവിടെ
നമ്മൾ പുതുതായി ഒരു പാർക്ക് പണി പൂർത്തിയാക്കുകയാണ്. അവിടെ പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കന്മാർക്കും ജോലി കൊടുക്കാനാണ്. മാതാപിതാക്കന്മാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എൻ്റെ കുഞ്ഞ് പഠിച്ച് വളർന്ന് ഒരു ജോലി വാങ്ങി സ്വന്തം കാലിൽ അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റണമെന്നുള്ളതാണ്. അതിനുള്ള വലിയൊരു പരിശ്രമമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഏകദേശം 70-നോട് വ്യത്യസ്ത തൊഴിൽ സംരംഭങ്ങൾ നമുക്കുണ്ട്. അതിൽ കൃഷിക്കും മൃഗപരിപാലനത്തിന് നമുക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഹോർട്ടിക്കൾച്ചർ തെറാപ്പി, പെറ്റ് തെറാപ്പി, ഇങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ തെറാപ്പികളിലൂടെയും നാച്ചുറൽ ലൈഫിലൂടെയും ഇവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനുള്ള വലിയ ഒരു തീവ്രമായ ആഗ്രഹവും പരിശ്രമവുമാണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെ ശ്രീകുട്ടിയുടെ മാത്രമല്ല ഈ സ്ഥാപനത്തിലെ ഒരുപാട് കുട്ടികളുടെ പിതാവിൻ്റെ സ്ഥാനത്താണ് വൈദികനുള്ളത്. ഈ സ്ഥാപനത്തിലെ ഓരോ കുട്ടികളും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠനവുമൊക്കെയായി സന്തോഷകരമായി ജീവിക്കുകയാണ്. ശ്രീകുട്ടിയെ ഉത്തരവാദിത്തപ്പെട്ട കരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി മുൻപന്തിയിൽ നിന്നതിൻ്റെ ചാരിതാർത്ഥത്തിലാണ് ഈ വൈദികനായ ഫാദർ റോയി മാത്യു വടക്കേലും ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.